എനിക്കൊന്നും മനസ്സിലാവണില്ല. നമ്മൾ തമ്മിൽ ഇന്നലെ ചാറ്റ് ചെയ്ത ആൾക്കാരാ. അപ്പോൾ ഈ എന്നോട് എന്താ പറഞ്ഞത്, പെട്ടെന്നൊന്നും നാട്ടിലേക്ക് വരില്ല, ലീവ് ഇല്ല. പിന്നെ ഇപ്പോൾ ഈ സുപ്രാത്തിൽ വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരണം, ഞാൻ വരുന്നുണ്ടെന്ന്. ഞാനിങ്ങനെ അവിടെ വന്നപ്പോഴോ ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നു പറഞ്ഞാൽ അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്കിതൊന്നും മനസ്സിലാവണില്ല. ഞാനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, ഒന്നിനും റീച്ചില്ലടോ. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നറിയോ, നമ്മൾ ലൈവായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര റീച്ചാണ്. അപ്പോൾ നാളെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, മനസ്സിലായോ? അപ്പോൾ അവൾ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കുറച്ച് നമ്മളിവിടെ ലാൻഡ് ചെയ്യും, ഇതൊരു സിനിമക്കൊക്കെ പോയി നമുക്കൊന്ന് കറങ്ങി അടിച്ചിട്ട് ഒരു 11 മണിക്ക് നമുക്ക് അവിടെ എത്തണം. പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ ഇപ്പോൾ വീടെടുത്ത സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് എത്തണമെങ്കിലേ 48 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ പുറമെ ഹൈവേൻ്റെ പണി നടക്കുകയാണ്. ഈ ഗൾഫിലേക്ക് എനിക്കത് മനസ്സിലാവില്ല. ഏതി കൂടെ തിരിയേണ്ട ഏതി കൂടെ പറഞ്ഞത് അറിയാത്തൊരവസ്ഥയാണ്. ഈ പാതിരാത്രിക്ക് അവിടെ പോയിട്ടൊരു സർപ്രൈസ് കൊടുക്കണം. പേടിക്കണേ, എൻ്റെ വീട്ടിൽ കൂടല്ലേ, അതിനിപ്പോൾ എന്താ ഒരാളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമുണ്ടോ? ഞാനൊരു കാര്യം പറ്റേ, നമ്മൾ 11:50 അവിടെ എത്തുന്നു. ഒരു 10 മിനിറ്റ് മുന്നേ, 12 മണിക്കാണല്ലോ നാളെ ബർത്ത്ഡേ സമയം. അതെ അതെ. അപ്പോൾ 11:55 കോളിംഗ് ബെല്ലടിക്കുന്നു. അപ്പോൾ ഈ സമയം അവിടുത്തെ സീറ്റ് ഔട്ടിൻ്റെ ഉള്ളിൽ മെല്ലെ നീ എന്ത് ചെയ്യണം, ഒളിങ്ങിയിരുന്നിട്ട് മൊബൈൽ ഷൂട്ട് ചെയ്യണം. നിന്നെ കാണരുത്, മനസ്സിലായോ? നിന്നെ കാണരുത്. ഷൂട്ട് ചെയ്തിട്ട് കറക്റ്റ് 12 മണിക്ക് 11:58 ബെല്ലടിക്കുന്നു. വൈഫ് വരുന്നു, വാതിൽ തുറക്കുന്നു. ഇന്നെ കാണുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഈ ക്ലോസ് ആയിട്ട് നല്ല ലെവലിൽ എടുക്കണം. ആ സമയത്ത് മറ്റേ സാധനം പൊട്ടിച്ചോ, അതിന്റെ പൊന്നോ ഇൻസ്റ്റയിൽ ഇട്ടാണ്ടല്ലോ 10 മില്യൺ ഉറപ്പാണ്. രാത്രിയെ പിടിച്ചിട്ട് അടിച്ചില്ലേ? അതാ താത്താന്റെ ഭർത്താവ് അത്രേ പോയിക്കോടുന്ന്. അതെ, തമാശ കളിക്കല്ലേ. ഞാനൊക്കെ ഇന്നലെ എന്താ അടി അടിച്ചിരുന്നോ, കൈത്തരിപ്പാട് മാറ്റി. നമ്മളെ നാട്ടിലൊരു പ്രശ്നം വന്നപ്പോ ഞാൻ ആരാന്ന് ഇന്നലെ കണ്ടില്ലേ, നല്ല പടം അടിച്ചിന്. ഇപ്പൊ അയാളാ ഭർത്താവാണത്രേ. ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്നത്രേ. എന്ത് പണിയാപ്പ ഇത്? അല്ല, ഈ ചങ്ങായി, ഈ ഭർത്താവ് ഈ ഭാര്യയുടെ അടുത്തേക്ക് ഇഞ്ചാതി വരവ് വന്ന ഇയാളുടെ കാര്യം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. എന്ത് ട്രെൻഡ്? ഇപ്പൊ കിട്ടില്ലല്ലോ. ഞാൻ മറ്റേ കൂടെ വന്നില്ലേ ആ പോത്ത് അയാളെ പള്ളക്ക് 2 കുത്തുകുത്തി ഞാൻ കണ്ടത്. അയാളുണ്ട് ഒരു പോക്ക് പോയിട്ട്. അയാൾ ചീറ എന്നോട് പറയാ, മാപ്പേ എന്ത് മാപ്പ്, നല്ല പടം അടിച്ചിന്. എനക്ക് അടിക്കുമ്പോ ഒരു ബോധമില്ല. ബോധം അറിയാൻ ഞാൻ പിടിക്കണ്ടല്ലേ. അടിച്ചാണ് നല്ല ഇഷ്ടപ്പെട്ടു. ആ വയറൊക്കെ ചാറ്റും വയറാവൂനെ ഡ്രൈവറായിട്ട് നല്ല കുത്തുത്തിന്. ഞാൻ ഇപ്പോഴത്തെ സർപ്രൈസ് ഇതൊക്കെ തന്നെ, തല്ലുള്ള സ്വന്തം വീട്ടിൽ പോകുമ്പോ. എന്തായാലും ഭർത്താവിനെ, ആ പെണ്ണിന്റെ ഭർത്താവിനെ കൂടുതൽ അടിച്ചിട്ട് നിങ്ങളാട്ടാ, നിങ്ങൾ നല്ല പടം പഠിച്ചത്. ഞാൻ മുങ്ങൂട്ടാ, ഞാൻ ചവിട്ടേ വിട്ടിട്ടുള്ളൂ. ഞാൻ മുങ്ങും, ചിലപ്പോ കേസാവും. എന്തായാലും പാവ കൊടുക്കും. ഈ ജാതി ഓരോ സർപ്രൈസും, ഈ ജാതി ഓരോ ഭാര്യയും ഭർത്താവും, എങ്ങനെ ജീവിക്കുക? ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാന്നാ പറയുന്നത്. പിന്നെ എത്ര മില്യൺ വേണമെന്നാ പറഞ്ഞത്? ഇപ്പം എന്തായാലും 1 മില്യൺ അല്ല, അതിൻ്റെ അപ്പുറത്തേക്കും കിട്ടിയില്ലേ? എന്തായാലും നല്ല സർപ്രൈസ് അയച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തേക്ക് പോകാൻ പോലും പറ്റാത്തൊരു കോലത്തിലായിട്ടുണ്ട്.